ഡിവൈൻ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിന് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷന് അവർക്ക് എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. കളക്റ്റീവാണ്, ടൈംലെസ് ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിന് എന്ത് അഡ്വൈസാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങളോട് നിങ്ങൾക്ക് തരാനുള്ളത് എന്നുള്ളതാണ്. ആദ്യം ക്യൂൻ ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. 8 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, 5 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്, 7 ഓഫ് wands, 2 ഓഫ് പെന്റക്കിൾ, 4 ഓഫ് പെന്റക്കിൾ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് പെന്റക്കിൾ ആണ്. ഇനി ഇതിലൂടെ കുറച്ച് നോക്കാം. Ace of wands, 2 of swords, Queen of swords in energy രണ്ടും വന്നിട്ടുണ്ട്, 5 of pentacle വന്നിട്ടുണ്ട്, 6 of swords വന്നിട്ടുണ്ട്, Empress, 2 of wands, ക്യൂൻ ഓഫ് പെന്റക്കിൾ ആണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ്. സീക്രട്ട് ചക്ര, മൂവ്മെന്റ് ചോയ്സസ് ആൻഡ് മെമ്മറീസ് ഓഫ് ലവ്. മെമ്മറീസ് ഓഫ് ലവ് ആണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് പെന്റക്കിളും ഈസ് ഓഫ് പെന്റക്കിളും വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിന് ഇപ്പോൾ എന്താണ് നിങ്ങളെ അറിയിക്കേണ്ടത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കറണ്ട് സിറ്റുവേഷനുള്ള ഒരു അഡ്വൈസാണ് നമ്മൾ നോക്കിയത്. അപ്പം ആദ്യം തന്നെ ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജി ആണ് വന്നിട്ടുള്ളത്. ശരിക്കും നിങ്ങൾ കുറച്ച് ബുദ്ധിപൂർവം ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് ക്യൂൻ ഓഫ് സോഴ്സ് പറയുന്നത്. ഒരു ശരിക്കും നിങ്ങളൊരു ബൗണ്ടറി വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഇതിൽ ഈ ക്യൂൻ ഓഫ് സോഴ്സ് വന്നു, 8 ഓഫ് സോഴ്സ്, 5 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പാസ്റ്റിൽ നിങ്ങളെ ഒരു ട്രാപ്പിലാക്കിയ ആൾക്കാർ, ഇതിൽ 8 ഓഫ് സോഴ്സ് വീണ്ടും വന്നിട്ടുണ്ട്. പാസ്റ്റിൽ നിങ്ങളെ ട്രാപ്പിലാക്കിയത്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ ഒരു ട്രാപ്പിലാണ് എന്ന് കാണുന്നുണ്ട്. അതിന്നും മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലാത്തൊരു അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് ഒരു 5 ഓഫ് സോഴ്സിൻ്റെ എനർജി ആകുമ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത ആരോ ആണ്. നിങ്ങളോട് ജെന്യുവിനായിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാരല്ല, നിങ്ങളെ ചീറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആൾക്കാർ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും എതിരായി നിന്ന ആൾക്കാർ, നിങ്ങൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് പോലും ചെയ്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ ബ്ലോക്ക് ആക്കിയ ആൾക്കാർ, നിങ്ങളെ ശരിക്കും ഒരു
ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയ ആൾക്കാർ, നിങ്ങൾ ഇപ്പോഴും ആ ഒരു കാര്യം ചിലപ്പോൾ ഇതൊരു ചില ആൾക്കാർക്ക് ഇതൊരു പ്രണയമാവാം കേട്ടോ. മെമ്മറീസ് ഓഫ് ലവ് എന്നതുകൊണ്ട് പറഞ്ഞതാണ്. ചില ആൾക്കാർക്ക് ഒരു പ്രണയമാകാം. അങ്ങനെ നിങ്ങളെ പ്രണയിച്ചിരുന്ന ഏതോ ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഏതോ ആൾക്കാർ, അവർ വീണ്ടും തിരികെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അവർ തിരികെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു ഓഫറുമായിട്ട് അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഏസ് ഓഫ് പെൻറ്റക്കിളും ക്യൂൻ ഓഫ് പെൻറ്റക്കിളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ ഓഫറാണ്. അപ്പോൾ ആ ഒരു ഓഫറും കൊണ്ട് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഏസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അതും നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് ആരോ നിങ്ങളെ പറ്റിച്ച അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച ഏതോ ആൾക്കാർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. പക്ഷേ ഈ ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഉണ്ടായതെന്നാണ് കാണുന്നത്. നിങ്ങളെ സ്റ്റക്കാക്കി കളഞ്ഞു, നിങ്ങളെ ട്രാപ്പിലാക്കി കളഞ്ഞു എന്നാണ് കാണുന്നത്. ട്രാപ്പ് ആൻഡ് ഫിയർ ആണ് അത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നിങ്ങളെ ട്രാപ്പിലാക്കി, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് എതിരായിട്ട് നിന്ന ഏതോ ആൾക്കാർ വീണ്ടും നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് അവർ വീണ്ടും വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളിലേക്ക് അവർ വരുന്നുണ്ട്. പക്ഷെ ഈ ആൾക്കാർ ഒന്നുകിൽ നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോയിട്ടുണ്ടാകാം. ഇത് രണ്ടും കൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ടാക്കിയ ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളെ ഡിപ്രഷനിലാക്കിയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന വിലയില്ലാതാക്കിയ ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നു, അതൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജഗ്ലിംഗ് ആണ്, അവർക്കൊരു പേടിയാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഇത് ഏസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെൻറ്റക്കിളും വന്നിട്ടുണ്ട്. ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു മെമ്മറീസ് ഓഫ് ലവ് ആണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പഴയ പ്രണയത്തിൻ്റെ ഓർമ്മകളും പറഞ്ഞവർ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ അവരെ സൂക്ഷിക്കുക എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾ ആ പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് പൂർണ്ണമായും വിട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. ഒരു 2 ഓഫ് വാൺസും 2 ഓഫ് പെൻറ്റക്കിളും വന്നിട്ടുണ്ട്. അപ്പോൾ 3 ഓഫ് വാൺസും 2 ഓഫ് പെൻറ്റക്കിളും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ വ്യക്തികളോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വരാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു വിഷൻ ഉണ്ടായിരിക്കണം. പാസ്റ്റിൽ ഇവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. അത് ഈവൻ ഒരു ലവറാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചു പോയ, അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളാകട്ടെ, ആര് തന്നെ ആയാലും അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം മറന്ന് അവരെ വീണ്ടും ലൈഫിലേക്ക് കൊണ്ടുവരരുത്. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് സോർട്സും ക്യൂൻ ഓഫ് സോർട്സ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എംപ്രസും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് തോന്നലുണ്ട് അവർക്ക്. അവർ നിങ്ങളെ ഉപദ്രവിച്ചത് കൊണ്ടോ അവർ നിങ്ങളെ വിട്ടിട്ട് പോയത് കൊണ്ടോ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോയില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഇടം കണ്ടെത്തി. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കി. അപ്പോൾ അവർ വിചാരിച്ചത് അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ നിങ്ങൾ നശിച്ചു പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾ അപ്പാടെ തകർന്നു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അതല്ല സംഭവിച്ചത്. നിങ്ങൾക്ക് എന്താണോ ആകേണ്ടത് അത് ദൈവം നിങ്ങളെ ആക്കി തീർത്തു എന്നുള്ളതാണ് ക്യൂൻ ഓഫ് സോർട്സ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ജീവിതത്തെക്കുറിച്ച് ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആകേണ്ട ഒരു പൊസിഷനിൽ നിങ്ങളെത്തി. പക്ഷേ നിങ്ങൾ ആ ഒരു കാര്യം വീണ്ടും നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യണം. നിങ്ങൾ പെട്ടെന്ന് ഇവരെ വിശ്വസിക്കരുത്. കാരണം നിങ്ങൾ ആൾറെഡി പ്രൊട്ടക്റ്റഡ് ആണെന്നാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയണത്. നിങ്ങളവരെ വിശ്വസിക്കരുത്. തിരിച്ചവരെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിക്കും കൊണ്ടുവരരുത് എന്നുള്ളതാണ്.
അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഈ ട്രാപ്പ് ആൻഡ് ഫിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടൊന്നും അല്ല അവർ നിങ്ങളിലേക്ക് വരുന്നത്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ്. അവർ കൃത്യമായി വളരെ ക്ഷമയോടെ പ്ലാൻ ചെയ്തിട്ട് വരുന്നതാണ് എന്നാണ് കാണുന്നത്. അവർ പ്ലാനിങ് ഉണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളെ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്ന് അവർക്ക് പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ്ങോട് കൂടിയാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. സൈക്ലോസെക്ര കാണുന്നുണ്ട്. ചിലപ്പോൾ ആർട്ടിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. സെലിബ്രിറ്റീസ് ആരെങ്കിലും ആയിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ വളർച്ചയിൽ അസൂയ പൂണ്ട കുറച്ച് ആൾക്കാരാണ് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അവർ പ്ലാൻ ചെയ്താണ് വരുന്നത്. അവർ വെറുതെ അല്ല വരുന്നത്. നല്ല പ്ലാനിങ് ഉണ്ട് അവർക്ക്. അപ്പോൾ അവർ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഹാർമണിയാണ്, ഒരു യൂണിയനാണ്, നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പം നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റൂല. അത് സുഹൃത്തുക്കളാകട്ടെ നിങ്ങളുടെ ലവറാകട്ടെ വരുന്നത് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മൂവ്മെൻറ്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് വളരെ ആലോചിച്ചിട്ട് വേണം എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു ഇമോഷൻസ് വെച്ചിട്ട് നിങ്ങൾ ഒരു കാര്യത്തിനും തീരുമാനം എടുക്കരുത്. കാരണം ഇവരുടെ ഉദ്ദേശം ശരിക്കും ജെനുവിനല്ല എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് വരുന്നവരുടെ ഉദ്ദേശം ജെനുവിനല്ല. നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി എടുക്കാം. കാരണം നിങ്ങൾ ഒന്നുകിൽ ഇപ്പോൾ സിക്സ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഒന്നുകിൽ ഈ കുറേ ചീറ്റിംഗ് ഒക്കെ നടന്ന് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് നിങ്ങളെ ട്രാപ്പിലാക്കി നിങ്ങൾ ഇവരെ വിട്ടിട്ട് പോയി, അല്ലെങ്കിൽ ഇവർ തന്നെ നിങ്ങളെ വിട്ടിട്ട് പോയി. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി എടുത്ത് നോക്കട്ടെ ഇതിനെന്താണ്. ഇത് ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട ഒന്നുകിൽ നിങ്ങളുടെ ലവറായിരിക്കാം, ഒന്നുകിൽ അല്ലെങ്കിൽ ആ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട് ഇതൊരു സൗഹൃദമാക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇതൊരു പ്രണയം മാത്രമായിട്ട് കാണണ്ട, ഒരു സൗഹൃദമായിരിക്കാനും സാധ്യതയുണ്ട്. ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു വളർച്ചയിലുള്ള അസൂയ തന്നെയാണ് കാരണം എന്ന് കാണുന്നുണ്ട്. സിക്സ് ഓഫ് പെന്റക്കിളാണ്. അപ്പോൾ ഇതിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തത് അവർക്ക് തിരിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ തിരിച്ചു വരുന്നത്. അല്ലാതെ എയ്റ്റ് ഓഫ് സോഴ്സിന്റെ എനർജി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എയ്റ്റ് ഓഫ് സോഴ്സ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളെ ട്രാപ്പിലാക്കിയത് നിങ്ങൾ ഇപ്പോഴാണ് അതൊന്നൊന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ ആ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നു എന്ന് കാണുന്നുണ്ട്. ആ ട്രാപ്പിലാക്കിയ ആൾക്കാർ ഒന്നുകിൽ മാനസികമായി നിങ്ങളെ ട്രാപ്പിലാക്കിയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഒരു ഉയർച്ചയില്ലാതെ പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വരുത്തിയ ആൾക്കാരായിരിക്കും. അതും കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ പെന്റക്കിൾസിന്റെ എനർജി കൂടുതലാണ്. 4 ഓഫ് പെന്റക്കിൾ, 2 ഓഫ് പെന്റക്കിൾ, 5 ഓഫ് പെന്റക്കിളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 6 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. സാമ്പത്തികമായി എന്തെങ്കിലും നഷ്ടം വരുത്തിയ ആൾക്കാരായിരിക്കാം. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങളൊന്ന് സൂക്ഷിക്കുക എന്നാണ് നൈറ്റ് ഓഫ് സോഴ്സ്. അപ്പം നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെന്നും ആ ലക്ഷ്യത്തിൽ എത്താൻ ഒരു ബ്ലോക്ക് ആക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. നൈൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് വന്നിട്ടുണ്ട്. അവർ വെയിറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുകയായിരുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരാനെന്ന് കാണുന്നുണ്ട്. 5 ഓഫ് കപ്സ് ആണ് വീണ്ടും വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാനസിക പ്രയാസം ഉണ്ടാക്കിയത്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതുമായ എന്തൊരു കാര്യമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പം ആ ഒരാൾക്കാരാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്ത് വീണ്ടും അവരുടെ പിറകെ പോകരുത്. അത് നിങ്ങൾ ആലോചിച്ചാണ് ചെയ്യുക. കാരണം നിങ്ങൾ ആൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്തായാലും ഒരു 7 ഓഫ് വാൻസിന്റെ എനർജിയാണ്, പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനി വേറെയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും പ്ലാനിങ് വേണം. ഇവരുടെ അടുത്ത് പെട്ടെന്ന് വീണ്ടും ആ ട്രാപ്പിൽ വീണ്ടും പോയി ചാടരുത് എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സിന് ഇപ്പോൾ നിങ്ങൾ അറിയിക്കാനുള്ളത്.
പേജ് സോഴ്സ് ആണ് ഇത്. വീണ്ടും ഓഫറാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളതാണ്. അവർ പുതിയ തുടക്കം വേണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ആ ട്രാപ്പിലേക്ക് പോകരുത് എന്നുള്ളതാണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.